ഹായ് ഫ്രണ്ട്സ്, ഞാൻ സെലിൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ആലപ്പുഴ ജില്ലയിലെ കൃഷ്ണപുരം, കായംകുളത്തിനടുത്ത് കൃഷ്ണപുരം എന്ന് പറയുന്നൊരു സ്ഥലത്താണ് പോകുന്നത്. കൃഷ്ണപുരം പാലസ്, അത് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഇവിടെ നിന്നും ഏകദേശം വള്ളുവനത്ത് നിന്നും ഏകദേശം ഒരു 10 കിലോമീറ്ററാണ് കൃഷ്ണപുരം പാലസിലേക്കുള്ള ദൂരം. അപ്പോൾ നമുക്ക് യാത്ര തിരിക്കാം അല്ലേ. കൃഷ്ണപുരം കൊട്ടാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു കൊട്ടാരമാണ്. രാജധാനി എക്സ്പ്രസ് റെയിൽവേ ക്രോസിൽ കൂടി കടന്നു പോവുകയാണ്. അതിൻ്റെ അല്ല, നമ്മളിപ്പോൾ കൃഷ്ണപുരം മുക്കട ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. കാണുന്നത് കൃഷ്ണപുരം സിഗ്നലാണ്. ഈ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ട്രിവാൻഡ്രം, റൈറ്റ് പോയി കഴിഞ്ഞാൽ എറണാകുളം. നമുക്ക് സിഗ്നലിൽ നേരെയാണ് പോകേണ്ടത്. ഈ സിഗ്നലിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ കൊണ്ട് നമുക്ക് കൃഷ്ണപുരം പാലസിൽ എത്തിച്ചേരാം. ഈ ജംഗ്ഷനിൽ വന്ന് ജെ മെഡിക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് റൈറ്റ് എടുക്കുക. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കൃഷ്ണപുരം പാലസ്. നമുക്കിവിടെ നിന്ന് നേരെ പോയി വണ്ടി പാർക്ക് ചെയ്യാം. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പാർക്കിംഗ് ഫീസ് ഒന്നും തന്നെ ഇല്ല. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൃഷ്ണപുരം പാലസിലേക്കുള്ള ദൂരം ഏകദേശം 5 കിലോമീറ്ററും അതുപോലെ കായംകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടേക്ക് വരാനുള്ള ദൂരം ഏകദേശം 3.5 കിലോമീറ്ററുമാണ്. കേരള സർക്കാർ പുരാവസ്തു വകുപ്പ് കൃഷ്ണപുരം കൊട്ടാരം മ്യൂസിയം. പടിപ്പുരയിൽ വിശ്രമിക്കരുത്. സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ അണുവിമുക്തമാക്കുക. പ്രവേശന സമയം 9 മണി തൊട്ട് 1 മണി വരെ, പിന്നെ 2 മണി തൊട്ട് 4:30 വരെ. ബ്രേക്ക് ടൈം 1 തൊട്ട് 2 വരെ. തിങ്കളാഴ്ച മൺഡേ ഹോളിഡേ ആണ്. ഇനി നമുക്ക് പാലസിനുള്ളിലെ കാഴ്ചകൾ കാണാം. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ളൊരു പൂന്തോട്ടമാണ്. കൃഷ്ണപുരം പാലസിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് 1729-നും 1758-നും ഇടയിലാണ്. പുരാതന കാലത്ത് ഓടനാട്, അതായത് ഓണാട്ടുകര എന്നായിരുന്നു ഇന്നത്തെ കായംകുളം ഉൾപ്പെടുന്ന നാട്ടുരാജ്യം അറിയപ്പെട്ടിരുന്നത്. ഓടനാട്ട് രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന ഈ കൊട്ടാരത്തിൻ്റെ പഴക്കത്തെക്കുറിച്ച് കൃത്യമായ അറിവില്ല. കായംകുളവും സമീപ പ്രദേശമായ ചെങ്ങന്നൂർ, മാവേലിക്കര, കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി താലൂക്കിലെ പ്രദേശങ്ങളും ചേർന്ന ഒരു വിശാലമായ ഒരു നാട്ടുരാജ്യമായിരുന്നു ഓടനാട്. ഓടനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണാട്ടുകര അഥവാ കായംകുളം രാജ്യം. 15-ാം നൂറ്റാണ്ടോടെ ഓടനാടിൻ്റെ തലസ്ഥാനം കായംകുളത്തിനടുത്തുള്ള എരുവ എന്ന സ്ഥലത്തേക്ക് മാറ്റി. നീണ്ട ഒരു കടൽ തീരമുണ്ടായിരുന്ന ഈ രാജ്യവുമായി ഡച്ചുകാർക്കും പോർച്ചുഗീസുകാർക്കും നല്ല വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ കായംകുളം രാജ്യം, അതായത് ഓണാട്ടുകര, പിടിച്ചടക്കുകയും അതിനെ തിരുവിതാംകൂർ രാജ്യത്തോട് ചേർക്കുകയും ചെയ്തു. കായംകുളം രാജാക്കന്മാരുടെ കോട്ടത്തളങ്ങൾ അന്ന് ഇടിച്ചു നിരത്തി 1729-നും 1758-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ മാർത്താണ്ഡവർമ്മ ഇന്ന് കാണുന്ന കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ ആദ്യ രൂപം പണി കഴിപ്പിച്ചു. രാമയ്യൻ ദളവായ്ക്കായിരുന്നു നിർമ്മാണത്തിൻ്റെ മേൽനോട്ട ചുമതല. പിന്നീട് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ഈ കൊട്ടാരം പുതുക്കി പണിതെങ്കിലും തനിമയിൽ മാറ്റമൊന്നും വരുത്തിയില്ല. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഒരു ഇടത്താവളമായി കൃഷ്ണപുരം കൊട്ടാരം ഉപയോഗിച്ചു പോകുന്നു. 1746-ൽ തിരുവിതാംകൂറും ഓടനാട് രാജവംശവുമായുള്ള യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവിനെ തോൽപ്പിക്കുന്നു. അങ്ങനെ കൊട്ടാരം പൊളിച്ച് ആ സ്ഥലത്ത് കേരളത്തിൻ്റെ തനത് വാസ്തുരൂപമായ 16 കെട്ടിൽ തിരുവിതാംകൂർ ആസ്ഥാനമായ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ഒരു ചെറിയ പതിപ്പുണ്ടാക്കുന്നു. ഇതാണ് കൃഷ്ണപുരം കൊട്ടാരം. ഇനി നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഇനി ഇവിടുത്തെ എൻട്രി ഫീസിനെ കുറിച്ച് പറയാം. മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 5 രൂപയാണ് ചാർജ്. മൊബൈൽ ഫോട്ടോഗ്രാഫിക്ക് 50 രൂപ, വീഡിയോ ഫോട്ടോഗ്രാഫിക്ക് 420 രൂപ, അതുപോലെ കല്യാണം ആൽബം 1550, ടെലിഫിലിമിന് 10,500, അതുപോലെ തന്നെ സിനിമ ഷൂട്ടിങ്ങിന് 26,500 ആണ് ചാർജസ്. കാണുന്ന ഓഫീസിലാണ് ഈ ടിക്കറ്റ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ കൊട്ടാരത്തിനുള്ളിലേക്ക് കയറുന്നിടത്ത് തന്നെ പോലീസ് ഇരിപ്പുണ്ട്. അവിടെ നമ്മളുടെ അഡ്രസ്സ്, ഡീറ്റെയിൽസ്, കയറുന്ന ടൈം, കാര്യങ്ങൾ എഴുതുക. അതുപോലെ തന്നെ നമുക്ക് ഗൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഗൈഡിനെ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ കൃഷ്ണപുരം പാലസിനെ കുറിച്ചിട്ടുള്ള ഗൈഡ് ബുക്ക് ഉണ്ട്. അതിന് 140 രൂപയാണ് ചാർജ്. ഇത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ ഉടവാളാണ്. മഹാരാജാവ് ഓഫ് ട്രാവൻകൂർ 1880-1885. ഇനി നമുക്ക് മ്യൂസിയത്തിലെ ഈ ഗാലറിയിലെ പുരാവസ്തുക്കൾ കാണാം. ഇതിൻ്റെ പ്രഭയും കീടവും ഓട്ടിച്ചെല്ല, കണ്ണാടി പ്രഭ, വരുണ, മോഹൻജിദാരോ. ഓക്കെ 2500 BC ആണ് കേട്ടോ സംഭവം. മൺപാത്ര പ്രശ്നങ്ങൾ, പണ്ടത്തെ കളിപ്പാട്ടോ, പണ്ടത്തെ ടോയ് ബഫല്ലോ, പ്രാചീന അളവ് പാത്രങ്ങൾ, ഏൻഷ്യൻറ്റ്
മെഷറിംഗ് വെസൽസ്. അന്നത്തെ വെയിറ്റ് കണ്ടോ, തെത്ത് തോല. അന്നത്തെ വെയിങ് മെഷീൻസ് ഇതാണ് വെയിറ്റ് നോക്കുന്ന സാധനങ്ങൾ. തുടക്കത്തിൽ എട്ടുകെട്ട് എന്നറിയപ്പെടുന്ന ചെറിയ കൊട്ടാരം പ്രധാനമന്ത്രി രാമയ്യൻ ദളവയുടെ ഭരണത്തിന് കീഴിൽ തൊട്ടടുത്തുള്ള കുളവും ക്ഷേത്രവും ഊരുപുരയും ഉപയോഗിച്ച് പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ചതാണ്. അത് പിന്നീട് പ്രധാനമന്ത്രി അയ്യപ്പൻ മാർത്താണ്ഡപിള്ള വലുതാക്കി കൊട്ടാര സമുച്ചയത്തിൽ പരമ്പരാഗതവും അതുപോലെ പാശ്ചാത്യ വാസ്തുവിദ്യയും സമന്വയിപ്പിച്ച് 3 നിലകളുള്ള ഇന്നത്തെ ഈ കൊട്ടാരം നിർമ്മിച്ചത്. എന്താ സംഭവം? നാട്ടുകല്ല്, കുട്ടിക്കല്ല്, കൊടക്കല്ല്, കൽവൃത്തങ്ങൾ, കല്ലറകൾ, നങ്ങാടികൾ. 1950കളിൽ കേരള പുരാവസ്തു വകുപ്പ് പൈതൃക കെട്ടിടങ്ങളുടെ സംരക്ഷണത്തിനായി നിർദ്ദേശിച്ചിട്ടുള്ള ആധുനിക ശൈലിയിൽ ഇത് നവീകരിച്ചു. ഒരു സംരക്ഷിത സ്മാരകമെന്ന നിലയിൽ പുരാവസ്തു മ്യൂസിയവും അതിൻ്റെ ഓഫീസുകളും ഇവിടെയുണ്ട്. പല്ലക്ക്. ഇനി നമുക്ക് പല്ലക്ക് കാണാം. ഇതാണ് പണ്ടത്തെ പല്ലക്ക്. ഓഹൈ ഓഹൈ ആ സംഭവം അടിപൊളിയല്ലേ? കണ്ടോ? ഇതിനകത്തൊക്കെ ഇരുന്ന് പോകാൻ നല്ല റോയൽ ലൈഫല്ലേ, എന്താ അടിപൊളി. കല്യാണ എല്ലാം ഉണ്ട്. കൃഷ്ണപുര കൊട്ടാരം സാധാരണ കേരളീയ ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ചതും അത്യപൂർവമായ ഉദാഹരണങ്ങളിലൊന്നാണ്. പ്രാദേശിക ഭാഷയിൽ 18 കെട്ടെന്ന് ഇത് അറിയപ്പെടുന്നു. കേബിൾ ചെയ്ത മേൽക്കൂരകളും ഇടുങ്ങിയ ഇടനാഴികളും ഡോർമർ ജനലുകളും ആണ് ഇതിനുള്ളത്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ഒരു ചെറിയ പകർപ്പാണ് ഇത്. ശ്രീ മഹാഭാഗവതത്തിലെ അഷ്ടമകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വീരേന്ദ്രമോക്ഷം കഥയാണ് തേവാരപ്പുരയിൽ വരച്ചിരിക്കുന്ന ഈ ചുമർ ചിത്രത്തിലെ ഇതിവൃത്തം. മറ്റൊരു പ്രത്യേകത കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പാനൽ മ്യൂറൽ പെയിൻറ്റിംഗ് ആയ ഗജേന്ദ്രമോക്ഷം ആണ് ഇത്. 154 സ്ക്വയർ ഫീറ്റിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സ്വിമ്മിംഗ് പൂൾ ഒന്ന് കണ്ടിട്ട് വരട്ടെ. കുളിപ്പുര. അതിൽ വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് എഴുതിയിട്ടുണ്ട്. ഇറങ്ങുന്നില്ല. ഈ കൊട്ടാര സമുച്ചയം യഥാർത്ഥത്തിൽ 56 ഏക്കർ വിസ്തൃതി ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കാലക്രമേണ രാജവാഴ്ച അവസാനിച്ചപ്പോൾ കൊട്ടാരം പൂർണ്ണമായി അവഗണിക്കപ്പെടുകയും ഉപയോഗശൂന്യമാവുകയും ജീർണിക്കുകയും ചെയ്തു. മഹാരാജാവിൻ്റെ പ്രധാന കൊട്ടാരത്തിന് ചുറ്റുമുള്ള പല കെട്ടിടങ്ങളും പൊളിക്കുകയോ നശിക്കപ്പെടുകയോ ചെയ്തു. കൊട്ടാര സമുച്ചയം 3 മീറ്റർ ഉയരമുള്ള കോമ്പൗണ്ട് മതിലിനുള്ളിൽ ഇപ്പോൾ 2.55 ഏക്കർ മാത്രമായി ചുരുങ്ങി. 1950കളിൽ കേരളത്തിലെ പുരാവസ്തു വകുപ്പ് 3 നിലകളുള്ള സ്മാരകമായി തകർന്ന പ്രധാന കൊട്ടാരം അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് പുനർനിർമ്മിച്ചു. മറ്റ് സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിരുന്ന അപൂർവ രേഖകളും പുരാവസ്തുക്കളും തിരികെ കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കുകയും ഒടുവിൽ കൊട്ടാരത്തിൽ പ്രദർശിപ്പിച്ച് മ്യൂസിയമാക്കി മാറ്റുകയും ചെയ്തു. ഉയരമുള്ള കോമ്പൗണ്ട് മതിലിനുള്ളിൽ 2.55 ഏക്കർ മാത്രമായി ചുരുങ്ങി. 1950കളിൽ വാസ്തുശാസ്ത്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായിട്ട് വീണ്ടും ഈ കൊട്ടാരം പുനഃസ്ഥാപിച്ചു. 16 ബ്ലോക്കുകളാക്കി. ഇതിന് 4 നടുമുറ്റങ്ങളുണ്ട്. എല്ലാ മുറികളിലും ശുദ്ധവായു സഞ്ചാരവും നാച്ചുറൽ വെളിച്ചവുമുണ്ട്. അതുപോലെയാണ് ജനലുകളും വാതിലുകളും വെന്റിലേറ്ററുകളും നിർമ്മിച്ചിട്ടുള്ളത്. 22 മുറികളാണ് ഈ കൊട്ടാരത്തിനുള്ളത്. കെട്ടിടത്തിന് ചുറ്റും വരാന്തകളുണ്ട്. ഇത് അന്നത്തെ കാലത്തെ അടുക്കളയാണ്. ഈ കാണുന്ന സാധനങ്ങളൊക്കെ പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നൊന്നും ഇത് കാണാൻ കഴിയുകയില്ല. ഉറി, പിന്നെന്താ വല്ലം, അതുപോലെ പഴയ മൺപാത്രങ്ങൾ, ചെമ്പ്, പിന്നെ അരി അരയ്ക്കുന്ന ആട്ടുകല്ല്, അടുക്കളയോട് ചേർന്നുള്ള കിണർ, അടുക്കളയുടെ സൈഡിൽ തന്നെ വേറെ ചെറിയൊരു പൂന്തോട്ടം, ഒരു ചെറിയ നടപ്പാത. വളരെ മനോഹരമായിട്ടുള്ളൊരു നിർമ്മിതിയാണല്ലേ. ആ നടപ്പാത ചെന്ന് അവസാനിക്കുന്നത് ഒരു പടിപ്പുരയിലാണ്. പഴയകാലത്തെ ചുവർ ചിത്രങ്ങളുണ്ട് ഇവിടെ കാണാൻ. കേരളം വന്ന വഴി ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ഇവിടെ. ഇനിയും നമുക്ക് രണ്ടാമത്തെ നിലയിലെ കാഴ്ചകൾ കാണാം.
കല്ലുകൾ, തേക്ക്, റോസ്വുഡ് എന്നിവയായിരുന്നു ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിൽ കൂടുതലും മരപ്പണിയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഫിറ്റിങ്ങുകളും ഫർണിച്ചറുകളും പകരം വാതിലുകളും ജനലുകളും എല്ലാം തടി കൊണ്ടുള്ള ഹിങ്കുകളും പൂട്ടുകളുമാണ്. എല്ലാ മുറികളിലും നല്ല ശുദ്ധവായുവും അതുപോലെ തന്നെ നല്ല വെളിച്ചവുമുണ്ട്. ഇത് ശരിക്കും നാച്ചുറലായിട്ടുള്ള വെളിച്ചമാണ്. ഇത് രാജാവിൻ്റെ സദസ്സാണെന്ന് തോന്നുന്നു, ദർബാർ ഹാൾ. അതുപോലെ തന്നെ എല്ലാത്തിനും കിളിവാതിലുകളും അതുപോലെ തന്നെ നല്ല വെളിച്ചവും നല്ല കാറ്റും ഒക്കെ ഉണ്ട് ഇതിനുള്ളിൽ. ഈ കിളിവാതിലിൽ കൂടി നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുള്ള കുളം കാണാം. ഈ കാണുന്നത് 1886 കൽക്കത്തയിൽ അച്ചടിച്ച സംസ്കൃതത്തിലുള്ള ബൈബിളിൻ്റെ ഒരു കോപ്പിയാണ്. കായംകുളം വാളിൻ്റെ പ്രാധാന്യം അതിൻ്റെ ഇരുവശവും മൂർച്ചയുള്ളതാണ്. ആയതിനാൽ മറ്റേത് ആയുധത്തെക്കാളും ഇത് കൂടുതൽ അപകടകാരിയാണ്. 18-ാം നൂറ്റാണ്ടിൽ കായംകുളം രാജാക്കന്മാർ ഇത് ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട്. അന്നത്തെ രാജാക്കന്മാരുടെ ഇഷ്ടപ്പെട്ട ആയുധമാണ് ഇത്. അന്നത്തെ ശൗചാലയമാണ് കേട്ടോ. ഇത് നാണയ ഗാലറി സെക്ഷനാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള നാണയ ഗാലറി അത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. അതായത് തിരുവിതാംകൂർ അരരൂപ, 1/4 രൂപ, തിരുവിതാംകൂർ സംഘകാല ചേരക്കോയിന്, റോമൻ കോയിൻസ്, മുദ്രാങ്കിത നാണയങ്ങൾ, കവടി, മറാഠ സ്വർണ്ണ നാണയം, വീരരായൻ സ്വർണ്ണ പണം, നെതർലൻഡ് കോയിന്, ടിപ്പു സുൽത്താൻ കോയിന്, ഇൻഡോ ഫ്രഞ്ച് കോയിന്, ഇൻഡോ ഡച്ച് കോയിന്, 28 ചക്രം എന്ന് അന്ന് പറയുന്നത് 1 ബ്രിട്ടീഷ് റുപ്പീസാണ്. ഇതുപോലെയുള്ള ഒത്തിരി കോയിനുകളെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കൗതുകരമായ പല പല കോയിൻസും പണ്ട് കാലത്തുള്ളതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ഒന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. നിങ്ങളിവിടെ വന്ന് സമയമെടുത്ത് ഇതൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഈ കാണുന്നത് കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ തപാൽ സേവനമായിരുന്ന അഞ്ചൽ പോസ്റ്റാണ്. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു മുമ്പ് തിരുവിതാംകൂറിലും കൊച്ചിയിലും ആരംഭിച്ച ആദ്യകാല തപാൽ സർവീസ്. 1729 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലും പിന്നീട് 1770-കളിൽ കൊച്ചിയിലും ആരംഭിച്ചതാണ് അഞ്ചൽ പോസ്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ? അടിപൊളിയായിരുന്നല്ലേ? അവിടെ വേറെ എന്തൊരു കൽമണ്ഡപം എന്തോ ഉണ്ട്. ഇനിയും ഈ ബുദ്ധപ്രതിമയൊന്ന് ശ്രദ്ധിക്കൂ. ആലപ്പുഴ ജില്ലയിൽ കണ്ടെത്തിയ 4 ബുദ്ധമത പ്രതിമകളിൽ ഒന്നാണിത്. ഇത് കരുനാഗപ്പള്ളിയിലെ മരത്തൂർ കുളങ്ങരയിലെ പുത്തൻകുളങ്ങര എന്ന കുളത്തിൽ നിന്നുമാണ് ഈ വിഗ്രഹം കണ്ടെത്തിയത്. കേരളത്തിലെ ബുദ്ധമത വിരുദ്ധ പ്രചാരണത്തിനിടയിൽ ഇങ്ങനെയുള്ള പല ബുദ്ധമത വിഗ്രഹങ്ങൾ പല വയലുകളിലും കുളങ്ങളിലും വലിച്ചെറിയപ്പെടുകയുണ്ടായി. ഒറ്റക്കല്ലിൽ പണിത വിഗ്രഹം കരുനാഗപ്പള്ളി ടൗണിൽ സ്ഥാപിക്കുകയും വർഷങ്ങൾക്ക് ശേഷം ബുദ്ധമണ്ഡപത്തിലെ സ്മാരകമായ കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ വളപ്പിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ചൂട് പാലസിന് പുറകിലായിട്ട് അതിവിശാലമായിട്ടുള്ള ഒരു കുളമാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ സേവ് ദ ഡേറ്റ്, അതുപോലെ കല്യാണ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ 3-4 പാർട്ടികൾ നടത്തുന്നുണ്ടായിരുന്നു. ആളുകളുടെ ഒരു ഇഷ്ടപ്പെട്ട ലൊക്കേഷനാണിത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ അപ്ഡേറ്റ്സിന് വേണ്ടി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ചലോ ബൈ.